എന്തിനാ പറയണ്ടേ? ഞമ്മള് കഴിഞ്ഞ കൊല്ലം ഇച്ചിക്ക് ഗ്ലാസ് വാങ്ങിച്ചത് എന്താണ് ഷെയ്ഡ്സ് എന്നല്ലേ പറയാ. എന്നിട്ട് ഇച്ചി ഇതുവരെ വാങ്ങിച്ചില്ല. അപ്പൊ ഇന്ന് ഞങ്ങള് എന്തായാലും വാങ്ങിക്കാം നോക്കാം. ഇവിടെ ലെൻസ് കാർട്ട് ഉണ്ട്. ചിലപ്പോ നമ്മൾ ഇന്ന് പോകാൻ നിൽക്കുമ്പോ ആ കടയെ അടച്ചിട്ടില്ലായിരിക്കും. അതിനാണ് ചാൻസ് കൂടുതൽ. യെസ്, അപ്പൊ അതിന് ഞാൻ പോവാണ്. പോയിട്ട് നോക്കി ഞങ്ങളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇങ്ങനെയൊക്കെയാണ്. ഷേർട്സ് മേടിച്ചിട്ടേ എത്ര ദിവസം ഉപയോഗിക്കുന്നു നോക്കണം. അതില് എനിക്ക് റെഗുലർ യൂസ് ഇല്ല. എനിക്ക് വല്ലതും പോയാൽ മാത്രമേ യൂസ് ഉള്ളൂ. എനിക്കോ ഇച്ചല പറഞ്ഞ ബസ്സിൽ പോകാൻ വെക്കണം. ഞാൻ ഓഫീസിൽ പോകാൻ വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കട്ടെ. പക്ഷെ കോമഡി ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ക്ലാസ് മേടിക്കാൻ പാടുള്ളൂ. അതാണ് പ്രശ്നം. എനിക്ക് പണ്ട് ഭയങ്കര ബ്ലൂ ഷേർട്സ് ഭയങ്കര ആഗ്രഹം മേടിക്കാൻ പോയതാ കോളേജിൽ. വാങ്ങിച്ചോ നമുക്കിപ്പോ ഐഡിയ കേട്ട് കട ആയതാണെന്നുണ്ടോ നോക്കട്ടെ. സ്വാഭാവികം തുറക്കാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ നടക്കില്ല. ചിലപ്പോ തുറന്നുണ്ടാവും, സാധനം ഉണ്ടാവില്ല. നോക്കാം. ചാല് ഫോട്ടോ അയച്ചായോ എന്ന് പറയാനായിരിക്കണം. ചമ്മോ ചമ്മലേന്ന് ഇപ്പൊ പറയാം. നോക്കട്ടെ. കപ്പിലല്ലോ കപ്പില എടുത്തോ. ഇതിപ്പോ ഏത് വാങ്ങിച്ചാലും അല്ല ഏത് രണ്ടും വാങ്ങിച്ചാലും 2000 കിട്ടും. ഗേളും പോയി ഇഷ്ടമുള്ള വാങ്ങിച്ചോ. എനിക്കറിയില്ല. ഇതിപ്പോ ഇനി ഞാൻ ബ്ലൂ ഷെയ്ഡ്സ് ഉണ്ട്. ബ്ലൂ കളർ എന്ത് എല്ലാണ്ട്. ഇതൊക്കെ എത്ര റേറ്റ്? ഇതൊക്കെ 2000 അല്ലേ? എനിക്കാ നീ വാങ്ങിച്ചാ എനിക്കാ ആ ചാത്തൻ മേടിക്കും. 150 രൂപ മേടിച്ചിട്ട് ഡെറ്റിക്ക് ഓരോരോ ഡൗട്ടുകൾ. എന്താ ഡൗട്ടിന്? പോളറൈസ്ഡ് ടെസ്റ്റ് എന്താണ് ഇങ്ങനെ പറഞ്ഞ വീഡിയോയിലൊരു കേൾക്കില്ല. ഈ പ്ലെയിൻ ഇതിൽ കാണുന്നില്ല. ഇതാണല്ലേ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഇത് നോക്കി കഴിഞ്ഞാൽ പ്ലെയിൻ കാണില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണാം. സോ നമ്മൾ ഷെയ്ഡ്സ് വാങ്ങിച്ചു ഗൈസ്. ഇതിൽ ഏതാണ് ഇച്ചുവിൻ്റെ അറിയില്ല. തുറന്ന് കാണിച്ചുതരാം. എൻ്റെ ചേടാ. ഇത് ഇച്ചുവിൻ്റെ ആണ്. അല്ല ഇത് ഇച്ചുവിൻ്റെ അല്ലേ? യെസ്, ഇത് ഇച്ചു വാങ്ങിച്ച് അല്ല വെച്ച് കാണിച്ചു തരും. എന്ന് വെച്ച് കൈ വിട്ട് വെക്കില്ലേ? കൈ വിട്ട് വെച്ച് പോലീസ് പിടിക്കുക. വ്യത്യാസമുണ്ട്. നമ്മളിപ്പോഴും വിരുന്നാലക്കുടയിൽ തന്നെയാണ്. നമ്മള് ഇപ്പൊ കാണുമ്പോ ഭയങ്കര ഫ്രഷ് ആയിട്ട് കാണുന്ന ഇത് വേറെ കളറ്. നല്ല ഫിൽറ്റർ ഇട്ട പോലെ ഇരിക്കുന്നുണ്ട്. ബ്ലൂ അല്ലേ അച്ഛൻ്റെ? ബ്ലൂ അല്ല, അങ്ങനെയല്ല. ഞാൻ എന്റെ വയ്ക്കാം. തേന്റെ ചേടാ ഇതാണ് എന്റെ. ഞങ്ങൾ രണ്ടുപേരും കൊറേയൊക്കെ ഒരുപോലെ തന്നെയാണ്. ഞാൻ അയച്ചാ ചേടാ. ഡിഫറൻസ് മനസ്സിലായില്ലേ? പക്ഷെ അത് ഇവർക്ക് മനസ്സിലാവില്ല. നീ ക്യാമറ മാറ്റി വെച്ചേക്ക്. അപ്പൊ കറക്റ്റ് മനസ്സിലാവും. ഇത് ഭയങ്കര കണ്ണിന് റിലാക്സ് ആയിട്ടിരിക്കണം അല്ലേ? മറ്റേ നമ്മ വെയിലത്ത് നിക്കണ മാതിരി ഒരു ഫീലാണ്. എന്ത് വ്യത്യാസല്ലേ? ഇത് ഭയങ്കര വ്യത്യാസല്ലോ. അതാ പറഞ്ഞ നീ മറ്റേ നമ്മ എപ്പോഴും കണ്ണിങ്ങനെ ചുരുക്കി പിടിക്കുക. ചുരുട്ടി മനസ്സിലായില്ല ആ സാധനം. നീ ഫ്രണ്ട് ക്യാമറ എടുക്കുക. ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്ന കാണിച്ചതാ. ഇത് ഫിൽറ്റർ വെച്ച പോലെ ഉണ്ട്. ഇതിങ്ങനെയും ഗ്ലാസ് വെക്കുമ്പോൾ ഇങ്ങനെയും ക്ലാരിറ്റി കൂടിയല്ലോ തോന്നുന്നുണ്ടല്ലേ? ശരിയാടി. ആ പെണ്ണ് പറഞ്ഞ ഇത് നല്ല വ്യത്യാസാട്ടാ. നല്ല വ്യത്യാസമില്ലേ?
നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്.